മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന ആവശ്യവുമായി സംഘപരിവാർ സംഘടനകൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെ സമീപിച്ച് അഖില ഭാരതീയ മലയാളി സംഘ്. മോഹൻലാൽ ചെയ്യുന്നത് സൈനിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നും ആരോപണം. പ്രകോപനത്തിന് പിന്നിൽ എമ്പുരാൻ സിനിമയിലെ പരാമർശങ്ങൾ. സംഘപരിവാർ കേന്ദ്രങ്ങളെ പ്രകോപിതരാക്കിയ എമ്പുരാനിലെ വിവാദ രംഗങ്ങൾ വെട്ടിമാറ്റിയെങ്കിലും അണിയറക്കാർക്കെതിരായ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാതാക്കളായ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പൃഥ്വിരാജ് എന്നിവർക്കെതിരായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടൻ മോഹൻലാലിനെതിരെയും ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചതായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ താരം എന്നതിനു പുറമെ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന വ്യക്തി കൂടിയാണ് മോഹൻലാൽ. എന്നാൽ ഇപ്പോൾ പട്ടാള നിയമങ്ങൾ തുടർച്ചയായി മോഹൻലാൽ ലംഘിക്കുകയാണെന്നും അതിനാൽ ഔദ്യോഗിക പദവികൾ തിരിച്ചെടുക്കണമെന്നുമുള്ള ആവശ്യമാണ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തിയിട്ടുള്ളത്. ഈ വിധം ആവശ്യങ്ങളുമായി അവർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുമുണ്ട്. ആ വിധം ആവശ്യങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ നടപടികൾ തുടർന്നാൽ മോഹൻലാലിനും എമ്പുരാന്റെ സൃഷ്ടാക്കൾക്കും അത് വലിയ തിരിച്ചടിയായി മാറും. ഗുജറാത്ത് കലാപത്തിൽ ഹൈന്ദവ തീവ്രവാദികൾ വഹിച്ച പങ്കിനെ എമ്പുരാൻ സിനിമയിലൂടെ തുറന്നു കാണിച്ചതാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തം. ഉത്തരവാദപ്പെട്ട സൈനിക ചുമതല കൂടി വഹിക്കുന്ന മോഹൻലാൽ ED, IB, INA തുടങ്ങിയ രാജ്യത്തെ ഉന്നത ഏജൻസികളെ അധിക്ഷേപിക്കുന്ന എമ്പുരാൻ പോലൊരു സിനിമയുടെ ഭാഗമാകാൻ പാടില്ലായിരുന്നു എന്ന വികാരമാണ് ഇവർ പങ്കുവെക്കുന്നത്. ഇതിനു മുമ്പ് മോഹൻലാലിന് നേരെ ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. AK ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരിക്കെ മോഹൻലാലിനെതിരെ ഡോക്ടർ സുകുമാർ അഴീക്കോട് നൽകിയ പരാതി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. 13 വർഷം മുമ്പ് പട്ടാള യൂണിഫോം ധരിച്ചുകൊണ്ട് മലബാർ ഗോൾഡ് ജ്വല്ലറിയുടെ പരസ്യത്തിൽ മോഡലായി മോഹൻലാൽ രംഗത്തെത്തിയിരുന്നു. ഇത് ഇന്ത്യൻ പട്ടാള നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഴീക്കോട് അന്ന് രംഗത്ത് വന്നത്. കൂടാതെ മോഹൻലാലിനെതിരെ ആദായനികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയും അന്നുയർന്നിരുന്നു. ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് പട്ടാളത്തിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കാൻ മോഹൻലാൽ അനർഹനാണെന്ന് ചൂണ്ടിക്കാട്ടി അഴീക്കോട് ശക്തമായി പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച് അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണിക്ക് അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഉന്നതതല ഇടപെടലുകളാൽ ആ പരാതികൾ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 2011 സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിൽ ടൂറിസം വകുപ്പിന് വേണ്ടി നിർമ്മിച്ച പരസ്യത്തിലും പട്ടാള വേഷത്തിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നു. രാജ്യ താൽപര്യത്തിലുള്ള പ്രവർത്തനങ്ങളിലും യുവാക്കളെ സൈനിക സേവനത്തിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളിലുമല്ലാതെ വാണിജ്യ താൽപര്യമുള്ള മറ്റൊന്നിലും പട്ടാള വേഷത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്നിരിക്കെയാണ് പട്ടാള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അന്നും മോഹൻലാൽ പരസ്യത്തിൽ അഭിനയിച്ചത്. ഇത് വിവാദമായതോടെ മോഹൻലാൽ മാപ്പ് പറയുകയും സാമ്പത്തിക ഇടപാടുകളില്ലാതെയാണ് പരസ്യത്തിൽ പങ്കുചേർന്നതെന്നും അറിയിച്ച് തുടർ നടപടികളിൽ നിന്നും തലയൂരുകയുമാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പേ ഏറെ വിവാദമായതും പിന്നീട് ഒതുക്കി തീർത്തതുമായ ഈ വിധം വസ്തുതകളെ വീണ്ടും പൊടി തട്ടിയെടുത്ത് മോഹൻലാലിനെതിരായ ആയുധമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ വിധം ആരോപണങ്ങളും എമ്പുരാൻ സിനിമയിലെ ചില ഭാഗങ്ങളും ഉയർത്തി മോഹൻലാലിന്റെ കേണൽ പദവി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. ആ വിധം കടുത്ത നീക്കങ്ങളിലേക്ക് പോയാൽ എമ്പുരാൻ വിവാദം വീണ്ടും ശക്തമായി കത്തിപ്പടരുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ അനുകൂല സംഘടനയായ അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടന മോഹൻലാലിനെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ഇവർ ഇത് സംബന്ധിച്ച് കത്തും നൽകിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമയിലെ കഥാപാത്രത്തിലൂടെ സൈനിക പദവിയുടെ അന്തസ്സിൽ മോഹൻലാൽ വിട്ടുവീഴ്ച നടത്തിയെന്നും അതിനാൽ മോഹൻലാലിന് നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നുമാണ് മന്ത്രി രാജ്നാഥ് സിംഗിന് നൽകിയ കത്തിൽ അഖില ഭാരതീയ മലയാളി സംഘ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ ഒട്ടനവധി സംഘപരിവാർ അനുകൂല സംഘടനകളാണ് സൈബർ പ്ലാറ്റ്ഫോമുകളിൽ മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും തീവ്ര ഹിന്ദുത്വ സംഘടനകളും എമ്പുരാനെതിരെ രംഗത്ത് വന്നതോടെ അതിലെ അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് മോഹൻലാൽ മാപ്പപേക്ഷ നടത്തിയത്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അത് മുഖവിലക്കെടുത്തിട്ടില്ല. ഇപ്പോൾ ചില കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരുക കൂടി ചെയ്തതോടെ വിഷയം ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെയും മറ്റ് ഉന്നത BJP നേതാക്കളെയും നേരിൽ കണ്ട്
തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള നീക്കമാണ് മോഹൻലാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം അത് മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കുമെന്നത് ഉറപ്പാണ്.